പ്രൈസ് ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ കർത്താവ് നടത്തിയ വഴികൾ, തിരിഞ്ഞു നോക്കുമ്പോൾ തീർന്നു പോകേണ്ട സ്ഥാനത്ത് കർത്താവ് ഓരോ ദിവസവും കരുതിയതോർത്താൽ എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. കർത്താവിന്റെ മഹാകൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. തീർന്നു പോകുമെന്ന് വിചാരിച്ച സ്ഥലങ്ങളിൽ കർത്താവ് ചേർത്ത് പിടിച്ചതും ഉയർത്തിപ്പിടിച്ചതും എല്ലാം ഓർത്ത്, എല്ലാവരാലും തള്ളപ്പെട്ട സമയത്ത്, ആരും ഇല്ലാഞ്ഞ സമയത്ത്, ജീവിതത്തിൽ ഒറ്റപ്പെടലുകൾ അനുഭവിക്കുന്ന സമയത്ത് എൻ്റെ കർത്താവിന്റെ കരം ഇറങ്ങി വന്ന് ഞാൻ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ ചിലരൊക്കെ വരുമ്പം പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് ആരുമില്ല, എനിക്ക് ദൈവമല്ലാതെ വേറെ ആരാ വേണ്ടിയേ? കർത്താവുണ്ടെങ്കിൽ ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ, ആൻഡ് ദാറ്റ് ഇസ് ജീസസ്. ആരൊക്കെ ഇല്ലേലും ആരൊക്കെ ഉണ്ടേലും എൻ്റെ യേശു ആരില്ലേലും കൂടെ കാണും കേട്ടോ. അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ തള്ളിയാലും ഞാൻ തള്ളത്തില്ല, ഉപേക്ഷിക്കത്തില്ല എന്ന് വാക്ക് പറഞ്ഞ ഒരേ ഒരാളേ ഉള്ളൂ, അത് നമ്മുടെ കർത്താവ് മാത്രമേ ഉള്ളൂ. സോ ട്രസ്റ്റ് ഇൻ ഹിം. ആ കർത്താവിൽ വിശ്വസിക്കുക, ആ കർത്താവിൽ ആശ്രയിക്കുക. വേറെ ആശ്രയിപ്പാൻ വേറെ ആരുമില്ല കേട്ടോ. ഈ ലോകം നമുക്ക് എല്ലാം ഉള്ള സമയത്ത് ലോകം നമ്മളെ ഭയങ്കരമായിട്ട് പൊക്കിപ്പറയും, ഭയങ്കരമായിട്ട് ഉത്സാഹിപ്പിക്കും. അതുപോലെ ചിലർക്ക് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ടെങ്കിലുണ്ടല്ലോ അവർ വിട്ടുമാറാതെ നമ്മളെ ചേർന്ന് നിൽക്കും. പക്ഷെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ തള്ളിക്കളയും. അതാ ലോകം. എന്നാൽ ഒരിക്കലും തള്ളിക്കളയുന്ന, നോക്ക, പാപികളായിരുന്നപ്പം തന്നെ നമ്മളെ സ്നേഹിച്ച, നമ്മൾക്ക് കുറവുണ്ടായിരുന്നപ്പം തന്നെ, നമ്മളിൽ ഒന്നുമില്ലായിരുന്നു, നന്മയൊന്നുമില്ലായിരുന്നു, ആ നന്മയില്ലാഞ്ഞപ്പോഴും നമ്മളെ സ്നേഹിച്ച, നന്മയില്ലാത്തപ്പോഴും നമ്മളെ ചേർത്ത് പിടിച്ച ആ വലിയ കർത്താവിന്റെ സ്നേഹത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് ആശ്രയിപ്പാൻ അത് മാത്രമേ ഉള്ളൂ, മറ്റൊന്നും നമുക്ക് ആശ്രയിപ്പാനില്ല. ഇന്ന് പ്രഭാതത്തിൽ ഒരു ചിന്ത വേഗത്തിൽ നിങ്ങളുമായിട്ട് പങ്കിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നോക്ക്, ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ കർത്താവ് ശൂന്യതയോടെ ഇരിക്കുന്ന ഒത്തിരി പേരെ കാണിച്ചു. പക്ഷേ യുവർ വാക്വം, ഇന്ന് എനിക്ക് നിങ്ങളോടൊരു ദൂത് പറയാനുണ്ട്. യുവർ വാക്വം അട്രാക്ട്സ് ഗോഡ്. നിങ്ങളുടെ ശൂന്യതയാണ് ദൈവത്തെ ഏറ്റവും അധികം നിങ്ങളിലേക്ക് ആശ്രയിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ ഏറ്റവും തകർന്ന് തരിപ്പണമായി ഒന്നുമില്ലാതെ ഇരിക്കുന്ന സമയത്താണ് ഈ കർത്താവ് എൻ്റെ അടുത്ത് വന്നത്. യോഹന്നാന്റെ സുവിശേഷം 15:16 എഴുതിയിരിക്കുന്നത് പോലെ, നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തതാണ്. ആ വലിയ തെരഞ്ഞെടുപ്പിനും വിളിക്കുമായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ ശൂന്യതകളാണ് എപ്പോഴും കർത്താവിനെ അട്രാക്ട് ചെയ്യുന്നത്. നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ്, ആ ഗനസരത്ത് തടാകത്തിന്റെ തീരത്ത് പല പടകുകൾ വന്ന് അടുത്ത് നിൽക്കുകയാണ്. മുഖവർ അവരുടെ മീൻപിടുത്തം കഴിഞ്ഞ് ഇറങ്ങി വല കഴുകുകയാണ്. ആ വല കഴുകുന്ന സമയത്ത് ശീമോന്റേതായ ഒരു പടകിലേക്ക് നോക്ക് യേശു കയറുന്നത് കണ്ടു. ശീമോന്റെ ശൂന്യതയാണ് കർത്താവ് കണ്ടത്. ഗോഡ് സീസ് വാക്വംസ്. കർത്താവ് ശൂന്യതകൾ കാണുന്ന കർത്താവാണ്. ആ ശൂന്യത കണ്ട് അവിടുന്ന് മാറിപ്പോകുന്ന ഒരു കർത്താവല്ല. ലോകം എന്റെയും നിങ്ങളുടെയും ശൂന്യത കാണുമ്പോൾ, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് കാണുമ്പം ലോകം തള്ളിക്കളയും. എന്നാൽ ഒന്നുമില്ല എന്ന് കാണുമ്പം കർത്താവ് തള്ളിക്കളയത്തില്ല. അവിടെയാണ് ഗോഡ് സ്റ്റെപ്സ് ഇൻ, അല്ലെ? ആ ബോട്ടിലോട്ട് കർത്താവ് ശീമോന്റെ ഉള്ള പടകിലേക്ക് കർത്താവ് കയറി. ആ പടകുകൾ നിറയുന്നതാണ്. പിന്നെ കണ്ട കാഴ്ച പടകുകൾ നിറയുന്നതാണ്. ഒരു സാധ്യതയും ഇല്ലാഞ്ഞപ്പോൾ, മീൻ കിട്ടാൻ ഇന്ന് ഒരു സമയമല്ല, ആ സമയമല്ലാഞ്ഞിട്ട് പോലും കർത്താവ് വലകൾ ഇറക്കാൻ പറഞ്ഞപ്പോൾ വിശ്വസിച്ചുകൊണ്ട് വലയിറക്കിയ ശീമോന്റെ പടകിനെ കർത്താവ് നിറച്ചു. ഇന്ന് പ്രഭാതത്തിൽ വിശ്വസിക്കുന്നു, ഇന്ന് നിങ്ങൾ ശൂന്യമായിട്ടാണോ ഇരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിറയ്ക്കുന്നവൻ നിങ്ങളുടെ തൊട്ട് അടുത്ത് നിൽപ്പുണ്ട്. നോക്ക്, കാനാവിലെ വീട്ടിൽ അവരുടെ വീഞ്ഞ് തീരാറായി. ആ ഭവനം നാണം കെടുന്ന ഒരു സമയം പോലെ എല്ലാവരെയും ആ പാർട്ടിക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ആ വിവാഹത്തിന്റെ സൽക്കാരം
സമ്പ്രദായം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ സമ്പ്രദായം അനുസരിച്ച് വീഞ്ഞ് വിളമ്പുന്നത് അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബാക്കി ചിലപ്പോൾ അവിടെ ബിരിയാണി കാണുമായിരിക്കും, റൈസ് കാണുമായിരിക്കും, അവിടെ തന്തൂരി അവിടെ കാണുമായിരിക്കും, പല കാര്യങ്ങൾ അവിടെ അവർ ഒരുക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ വീഞ്ഞ് അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. ആ വീഞ്ഞ് അവർക്ക് തീരാറായി. ആ വീഞ്ഞ് തീരാറായപ്പോൾ യേശുവിൻ്റെ അമ്മ വന്ന് പറയുകയാണ്, ഇവരുടെ വീഞ്ഞ് തീരാറായി. ആ വീഞ്ഞ് തീരാറായി എന്ന് പറയുമ്പോൾ കർത്താവ് അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന 6 കൽപാത്രങ്ങളെ കാണുകയാണ്. ഉപയോഗശൂന്യമായിട്ട് ഉള്ള 6 കൽപാത്രങ്ങളെ കാണുകയാണ്. എവിടെയൊക്കെ എംപ്റ്റിനെസ് ഉണ്ടോ അതെന്റെ കർത്താവ് കാണും, ശൂന്യതകൾ കാണും. ഇന്ന് പ്രഭാതത്തിലും പറയുകയാണ്, നിങ്ങൾ ശൂന്യമായിട്ടിരിക്കുകയാണോ? നിങ്ങളുടെ ആരോഗ്യത്തിലാണോ, നിങ്ങളുടെ സാമ്പത്തിക രംഗത്താണോ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് ഭാഗത്താണോ ശൂന്യത അനുഭവിക്കുന്നത്? അവിടെ കർത്താവ് ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമ്മളവിടെ കാണുമ്പോൾ കർത്താവ് ഉപയോഗിക്കുന്ന വാക്കുണ്ട്, കർത്താവ് നിറപ്പീൻ എന്ന് പറഞ്ഞു. ഹി വാസ് ഡിക്ലെയറിംഗ് എ വേർഡ്. നിങ്ങൾ ആ കൽപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കാൻ കർത്താവ് പറഞ്ഞു. ആ നിറയ്ക്കുന്നവർ ഒട്ടും കുറവ് കാണിച്ചില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, അവർ വക്കോളം നിറച്ചു. ഇനിയും കോരി അത് വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കാൻ കർത്താവ് പറഞ്ഞു. മേൽത്തരമായ വീഞ്ഞായി മാറുന്നത് നമ്മൾ കണ്ടു. ഇന്ന് പ്രഭാതത്തിലും കർത്താവ് നിങ്ങളുടെ വാക്വം കാണുകയാണ്, നിങ്ങളുടെ ശൂന്യത കാണുകയാണ്. ഈ ഒഴിഞ്ഞ പാത്രങ്ങളായിട്ടായിരിക്കാം ഇരിക്കുന്നത്, കൈ ശൂന്യമായിരിക്കാം, പോക്കറ്റ് ശൂന്യമായിരിക്കാം. എന്നാൽ പ്രൈസ് നിറയ്ക്കുന്നവൻ ജീവനോടെയുണ്ട്. എൻ്റെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നുണ്ട്. ആൻഡ് ഹി ഓൾവേസ് കെയർസ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു കർത്താവാണ്. പഴയ നിയമത്തിൽ നമ്മൾ കാണുമ്പോൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 2 രാജാക്കന്മാർ അതിൻ്റെ 4-ാം അധ്യായത്തിൽ ഒരു സംഭവം നമ്മൾ കാണുകയാണ്. അവിടെ ഒരു പ്രവാചക ശിഷ്യന്റെ ഭാര്യ, പ്രവാചക ശിഷ്യൻ മരിച്ചുപോയി. തന്റെ ഭാര്യ സാമ്പത്തികമായ വലിയ വെല്ലുവിളികൾ നേരിട്ടു. വലിയ കടഭാരത്തിൽ താൻ കടന്നു പോവുകയാണ്. എലീശായുടെ അടുത്ത് താൻ കടന്നു വരികയാണ്. ഞാൻ 4-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശായോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. സംടൈംസ് ബാഡ് തിങ്സ് can happen to good people also. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത സമയത്ത് ചില പ്രതികൂലങ്ങൾ കടന്നു വരും. അങ്ങനെ പലപ്പോഴും സംഭവിക്കാറില്ലേ, അല്ലേ? നമ്മൾ പള്ളി പോകാഞ്ഞിട്ടല്ല, കർത്താവുമായിട്ട് നമ്മൾ കണക്റ്റായിട്ട് നിൽക്കാഞ്ഞിട്ടല്ല, ആരാധിക്കാഞ്ഞിട്ടല്ല, ദൈവവേലയ്ക്ക് നമ്മൾ കൊടുക്കാഞ്ഞിട്ടല്ല, എല്ലാം നമ്മൾ ചെയ്തുകൊണ്ട് ചില സമയത്ത് ഇറ്റ് ഹാപ്പൻസ്. കർത്താവിൻ്റെ പ്ലാനും പദ്ധതികളും ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ നമ്മുടെ ആ പ്രതികൂലത്തിൻ്റെ അകത്തും നമ്മുടെ ആ സ്റ്റോംസിൻ്റെ അകത്തും അവിടെ കർത്താവ് ഉണ്ട് എന്ന് വിശ്വസിക്കുക. അതിൻ്റെ അകത്തും ആ പ്രതികൂലത്തിന്റെ അകത്തും എല്ലാം തീർന്നു പോയി എന്ന് വിചാരിക്കുന്ന സാഹചര്യത്തിലും എന്റെ കർത്താവിന് നടത്താൻ പറ്റുമെന്ന് ജസ്റ്റ് ബിലീവ്. ഇവിടെ ആ എലീശായുടെ അടുത്ത് കടന്നു പോവുകയാണ്. കടന്നു പോയിട്ട് പറയുകയാണ്, കർത്താവിന് യഹോവ ഭക്തനായിരുന്നു എൻ്റെ ഭർത്താവ്, എന്നാൽ മരിച്ചുപോയി. ഇപ്പോൾ കടക്കാരെൻ്റെ 2 മക്കളെയും പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു. എലീശ അവളോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം പറയുക, വീട്ടിൽ നിനക്ക് എന്തു ഉള്ളൂ എന്ന് ചോദിച്ചു. അവിടെ 1 ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങളുടെ അല്പത്തെ എടുത്ത് ഇന്ന് 5 അപ്പത്തെ എടുത്ത് കർത്താവ് വർദ്ധിപ്പിച്ചവനല്ലേ, അല്ലേ? 10,000 കണക്കിന് പേരെ എൻ്റെ കർത്താവിന് പോഷിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അല്പത്തെ എടുത്ത് 5 അപ്പം എടുത്ത് 10,000 പോഷിപ്പിച്ച് പിന്നെയും 12 കൊട്ട മിച്ചമുണ്ടായിരുന്നു. അതുപോലെ വർദ്ധിപ്പിക്കുന്നവനാണ്. അവള് പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിൽ അല്പം എണ്ണ മാത്രമേ ഉള്ളൂ. അവിടെ എലീശ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അല്പം എണ്ണയുള്ളോ, എന്നാൽ ഒരു കാര്യം ചെയ്യ്, നീ ചുറ്റുപാടുമുള്ള ഭവനങ്ങളിലൊക്കെ പോയി അവിടുന്ന് നിനക്ക് കിട്ടാവുന്ന അത്രയും പാത്രങ്ങൾ ഗോഡ് ഈസ് അട്രാക്റ്റഡ് ടു യുവർ വാക്വം. നിന്റെ ശൂന്യതകളിലോട്ട്. ആർക്കാ ഒഴിഞ്ഞ പാത്രങ്ങൾ വേണ്ടത്? എല്ലാവർക്കും നിറഞ്ഞ പാത്രങ്ങളാണ് വേണ്ടത്. അവളോട് പറയുകയാണ്, നീ പോയി ഒഴിഞ്ഞ പാത്രങ്ങളെല്ലാം നീ വാങ്ങിച്ചുകൊണ്ടുവാ. ഇവിടെ എത്രയധികം നിനക്ക് ഒഴിഞ്ഞ പാത്രങ്ങൾ കിട്ടുമോ അത്രയും അധികം ഒഴിഞ്ഞ പാത്രങ്ങൾ മേടിച്ചുകൊണ്ടുവാ. അവള് ചുറ്റുപാടുമുള്ള വീടുകളിലൊക്കെ പോയി ഒഴിഞ്ഞ പാത്രങ്ങൾ അതിന് നീ
ചെന്ന അയൽക്കാരുടെ ഒക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറയരുത്. എപ്പോഴും വാസ്തവത്തിൽ നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് നമ്മൾ വർദ്ധിപ്പിക്കുന്നു എങ്കിൽ നോക്ക്, ഒന്നിനും ജീവിതത്തിൽ കുറവ് വരത്തില്ല. ജസ്റ്റ് ബിലീവ്. അവിടെ ആ പത്രോസ് ആ പടകിൽ നിന്നുകൊണ്ട് പറഞ്ഞ ഒരു വാക്ക്, രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഞങ്ങൾ ശ്രമിച്ചു, ഞങ്ങൾ ഒത്തിരി വലവീശി, ഒത്തിരി അധ്വാനിച്ചു, പക്ഷെ ഒന്നും കിട്ടിയില്ല. പക്ഷെ നിന്റെ വാക്കിന്, ഞങ്ങളൊക്കെ മീൻപിടുത്തക്കാരല്ലേ, ഞങ്ങളൊക്കെ എത്ര വർഷമായിട്ട് മീൻ പിടിക്കുന്നു, നീ ഒരു തച്ചന്റെ മകനല്ലേ, നിനക്ക് മീൻപിടുത്തത്തെ കുറിച്ച് എന്നാ അറിയാം? ഞങ്ങൾക്ക് കാണുമ്പം, കടൽ കാണുമ്പം തന്നെ മീനിന്റെ ഇളക്കം ഞങ്ങൾക്ക് കാണുന്നവനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്റെ കർത്താവ് അതിന്റെ ആഴം കാണുന്നവനാണ്. അവൻ സകലത്തെയും സൃഷ്ടിച്ചവനാണ്. എല്ലാം അവന്റെ ഒരു വാക്കിനാണ് അവൻ സകലതും ഉളവാക്കിയത്. അവന്റെ വാക്കിന് നിങ്ങൾ വലയിറക്കിയാൽ ഒന്നിനും ജീവിതത്തിൽ കുറവില്ല, വരത്തില്ല. ഇവിടെ എലീശ, ഹി ഈസ് സ്റ്റാൻഡിങ് ഓൺ ബിഹാഫ് ഓഫ് ഗോഡ്. കർത്താവിന് പകരമായി നോക്ക്, അന്ന് ദൈവം നോക്ക് ആ കാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെയാണ് സംസാരിക്കുന്നത്. കർത്താവിന്റെ പകരക്കാരായിട്ട് അവർ നിൽക്കുകയാണ്. പ്രവാചകൻ പറയാ, നിനക്ക് കിട്ടാവുന്ന അത്രയും പാത്രങ്ങൾ നീ വാങ്ങിച്ചുകൊണ്ടുപോവാ. എന്നിട്ട് നീ അതിന്റെ 4-ാം വാക്യം പറയും, പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കടന്ന് വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്തേക്ക് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. നോക്ക്, ഇവിടെ നോക്കിക്കേ, ആ നിറഞ്ഞത് ഒരു ഭാഗത്തോട്ട് മാറ്റിവെക്കാൻ പറഞ്ഞു. അവൾ അവനെ വിട്ട് ചെന്ന് മക്കളോടുകൂടി അകത്ത് കടന്ന് വാതിലടച്ചു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് പുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിച്ചതുകൊണ്ട് നീയും മക്കളും ഉപജീവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. നോക്ക്, കർത്താവ് എപ്പോഴും ഹി യൂസസ് വാട്ട് ഈസ് ലെഫ്റ്റ്. അവിടെ നോക്ക്, ഒരു പാത്രം, ആ വീട്ടിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു പാത്രം എണ്ണയാണ്. ചിലർ ഇന്ന് പ്രഭാതത്തിൽ പറഞ്ഞ്, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, അതിനെ ഉപയോഗിക്കാൻ പറ്റും, അതിനെ വർദ്ധിപ്പിക്കാൻ പറ്റും. നോക്ക്, അല്പത്തെ എടുത്ത് എൻ്റെ കർത്താവിന് അധികമായി 5 അപ്പത്തെ കർത്താവ് വർദ്ധിപ്പിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലും ആരോടോ ഞാൻ പറയുകയാണ്, ഞാൻ ഇന്ന് രാവിലെ എന്നെ കർത്താവ് കാണിക്കുകയാണ്, എംപ്റ്റിനെസ് കാണിക്കുക, വാക്വം കാണിക്കുകയാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, ഐ ക്യാൻ ഫിൽ എവ്രി വാക്വം. ഇന്ന് എത്ര ശൂന്യമാണെങ്കിലും എനിക്ക് ആ ശൂന്യതയെ നിറയ്ക്കാൻ പറ്റും. ഇന്ന് സാമ്പത്തികമായി പോക്കറ്റ് ശൂന്യമാണോ, ഒഴിഞ്ഞാണോ ഇരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സ് ശൂന്യമാണോ? ഞാൻ കർത്താവിന്റെ സന്നിധി വന്നപ്പം ഐ വാസ് ടോട്ടലി എംപ്റ്റി. എന്റെ കയ്യിൽ ഒന്നുമില്ല. പൈസ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലില്ല, സ്വർണം എന്ന് പറയുന്നത് വീട്ടിലില്ല. എവരിത്തിങ് ഹാസ് ഫിനിഷ്. പക്ഷെ അവിടുന്ന് എന്റെ കർത്താവിന് തുടങ്ങാൻ സാധിക്കും. ഞാൻ സ്തോത്രകാഴ്ച ഇടാൻ പറയുമ്പോൾ 10 രൂപ കയ്യിലുണ്ടായിരുന്നെങ്കിൽ സ്തോത്രകാഴ്ച ഇടാമായിരുന്നു എന്ന് ആഗ്രഹിച്ച സമയങ്ങളുണ്ട്. സ്തോത്രകാഴ്ച ബക്കറ്റ് വരുമ്പോൾ ഞാനിങ്ങനെ കൈ ചുരുട്ടി പിടിക്കും, ഇടത്തോട്ടും നോക്കും, വലത്തോട്ടും നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ. ആ ഒഴിഞ്ഞ കരം ഞാൻ ആ ബക്കറ്റിന്റെ മുകളിൽ കാണിച്ചിട്ടുണ്ട് എത്രയോ പ്രാവശ്യം. പക്ഷേ കർത്താവ് ധാരാളമായി രാജ്യങ്ങളിൽ കൊടുക്കാൻ എൻ്റെ കർത്താവ് പിന്നീട് ധാരാളമായി നിറച്ചു. എൻ്റെ കർത്താവ് ആർക്കും കടക്കാരനല്ല. ഹി സീസ് യുവർ വാക്വം, ഹി സീസ് യുവർ എംപ്റ്റിനെസ്. നിങ്ങളുടെ ശൂന്യത കാണുന്നവനാണ്. അവൻ നിറയ്ക്കുന്ന കർത്താവാണ്. ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് ജസ്റ്റ് ബിലീവ്. അതിൻ്റെ അകത്ത് എൻ്റെ കർത്താവിൻ്റെ നിറവ് ഇറങ്ങി വരും. എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ദാറ്റ് അട്രാക്ട്സ് ഗോഡ്. യുവർ എംപ്റ്റിനെസ് അട്രാക്ട്സ് ഗോഡ്. നിങ്ങളുടെ ശൂന്യതയാണ് കർത്താവിനെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നത്. പ്ലീസ്, കർത്താവ്, ഞാൻ ഭയങ്കര മിടുക്കനാണ്, എനിക്ക് ഭയങ്കര കഴിവുണ്ട്, എനിക്ക് ഭയങ്കര വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് ഭയങ്കര അറിവുണ്ട്, പാരമ്പര്യമുണ്ട്. എൻ്റെ കർത്താവിന് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. പ്രൈസറോ കർത്താവെ, അടിയൻ, നമ്മൾ പലപ്പോഴും പറയുകയല്ലേ, പാടുവല്ലേ, അടിയനിതാ, നമ്മൾ പാടുവല്ലേ. നോക്ക്, ആ ഹംബിൾനെസ് പാട്ടിലല്ല വരേണ്ടത്. എൻ്റെ ഹൃദയത്തിന്റെ അകത്ത്, കർത്താവെ, നീ അല്ലാതെ എനിക്ക് ആശ്രയിക്കാൻ ഇല്ല, എനിക്ക് വേറൊന്നുമില്ല. എൻ്റെ കഴിവുകളെല്ലാം, നിങ്ങളുടെ കഴിവ് അവസാനിക്കുന്നിടത്താണ് ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നതെന്ന് ഓർത്തോണം. പ്ലീസ്, അവിടെയാണ് കർത്താവ് സ്റ്റെപ്പിൻ ചെയ്തത്. നോക്ക്, രാത്രി മുഴുവൻ അധ്വാനിച്ച് വല വീശി വല കഴുകിക്കൊണ്ടിരിക്കുക. അതിന്റെ അർത്ഥം പത്രോസ് അന്നത്തെ കാര്യം കഴിഞ്ഞു എന്നാ, അന്നത്തെ ക്യാച്ച് കഴിഞ്ഞു, ഇന്നിനി കിട്ടത്തില്ല. അവിടെയാണ് നോക്ക്, അവിടെ ഗോഡ് സ്റ്റെപ്സ് ഇൻ, അല്ലെ? ആ പടകിന്റെ അകത്തോട്ട് കർത്താവ് കയറി വരികയാണ്. നോക്ക് പ്രിയപ്പെട്ടവരെ, പ്രൈസ് ലോർഡ്. ഇന്ന് ശൂന്യമായിട്ടാണോ കേൾക്കുന്നത്? ഇന്ന്
തകർന്നാണോ കേൾക്കുന്നത്? നഷ്ടപ്പെട്ടാണോ ഇരിക്കുന്നത്? ഒന്നുമില്ലെന്ന് പറഞ്ഞാണോ ഇരിക്കുന്നത്? യുവർ വാക്വം അട്രാക്ട്സ് ഗോഡ്. നിങ്ങളുടെ ശൂന്യത എൻ്റെ കർത്താവിനെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതാണ്. സോ ജസ്റ്റ് ബിലീവ്. ഇന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് എനിക്കൊരു കാര്യം അറിയാം. ആരുടെയൊക്കെ ജീവിതത്തിൽ സാമ്പത്തികമായ വലിയൊരു നന്മയിലേക്ക്, അടുത്തൊരു തലത്തിലേക്ക് കർത്താവ് നിങ്ങളെ ഉയർത്താൻ പോവുകയാണ്. ഭൗതികമായ നന്മകൾ. അതുപോലെ എന്നോട് കർത്താവ് കാണിക്കുന്നത് മുടങ്ങിക്കിടക്കുന്ന ചിലതൊക്കെ വേഗത്തിൽ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ വീട് പണിയാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ, മുടങ്ങിക്കിടക്കുന്ന പ്രൊമോഷൻസ്, മുടങ്ങിക്കിടക്കുന്ന വീട് പണി, അങ്ങനെ മുടങ്ങിക്കിടക്കുന്ന ചില നന്മകൾ, മുടങ്ങിക്കിടക്കുന്ന വിദ്യാഭ്യാസം, അങ്ങനെയുള്ള തലങ്ങളിൽ എൻ്റെ കർത്താവിൻ്റെ കരം ഇറങ്ങി വരാൻ പോവുകയാണ്. ഇനി എനിക്ക് ആരോടോ പരിശുദ്ധാത്മാവ് പറയുകയാണ്, എനിക്ക് ഇത്രേ വിദ്യാഭ്യാസമുള്ളൂ, അതുകൊണ്ട് എനിക്ക് ജോലി കിട്ടുന്നില്ല. നിങ്ങളുടെ വിദ്യാഭ്യാസത്തിനപ്പുറം, നിങ്ങളുടെ കഴിവിനപ്പുറം കർത്താവ് ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് തുറക്കും. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ല. നമുക്ക് കർത്താവിന്റെ സന്നിധി വരുമ്പം നമ്മുടെ ഐ എം അൺക്വാളിഫൈഡ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. കർത്താവിന്റെ സന്നിധിയിൽ ഒരു വ്യക്തി വരുമ്പം എനിക്ക് ഒരു ക്വാളിഫിക്കേഷനും ഇല്ല, ഐ എം അൺക്വാളിഫൈഡ്. അതാണ് നിന്റെ അടുത്ത് വരാൻ ഐ എം അൺക്വാളിഫൈഡ്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ. ആ ക്വാളിഫിക്കേഷൻ ഉണ്ടോ? അൺക്വാളിഫൈഡ് ആണോ? എൻ്റെ ഗോഡ് വിൽ ക്വാളിഫൈ യു. കർത്താവ് നിങ്ങളെ ക്വാളിഫൈ ചെയ്യും. ഒന്നിനും കുറവ് ജീവിതത്തിൽ വരത്തില്ല. ആരുടെയൊക്കെ പ്രൊമോഷൻസ് വരും. ഭവനം പണികൾ ആരംഭിക്കുകയാണ്. ചില പുതിയ തുടക്കങ്ങൾ വരികയാണ്. ചില പുതിയ ബിസിനസിന്റെ ആരംഭങ്ങൾ ഞാൻ കാണുന്നു. വീഞ്ഞൊഴുകുന്നത്, ആ കൽപാത്രം നിറഞ്ഞതുപോലെ, ഏറ്റവും മേൽത്തരമായ വീഞ്ഞുകൊണ്ട് ആ പാത്രങ്ങളെ നിറച്ചതുപോലെ ചില പാത്രങ്ങൾ നിറയാൻ പോവുകയാണ്. ആ ശൂന്യമായ പാത്രങ്ങളെ നോക്ക്. അവിടെ ആ എണ്ണ പകർന്നുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും വീണ്ടും ഒഴുകിയതുപോലെ, എത്ര എടുത്താലും തീരാത്തതുപോലെ എൻ്റെ കർത്താവിന്റെ നിറവ് ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ ഇന്ന് പ്രഭാതത്തിലും എന്തിനാ ഞാൻ ഈ കട്ടിലേന്ന് എഴുന്നേക്കുന്നേ എന്നോർത്ത് എഴുന്നേറ്റവർ ഇന്ന് പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ട്. ദ ലോർഡ് ഈസ് ഗോയിങ് ടു ടച്ച് യു. നിങ്ങളെ ഒന്ന് കർത്താവ് തൊടാൻ പോവുകയാണ്. നിങ്ങളുടെ വീടിനെ തൊടാൻ പോവുകയാണ്. നിങ്ങളുടെ ഭൗതിക രംഗം, പ്രത്യേകിച്ച് നിങ്ങളുടെ ഭൗതിക രംഗത്തെ കർത്താവ് നിറയ്ക്കുന്നത് ഞാൻ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നു, കർത്താവിനോട് ചേർന്ന് നിന്നു. ഇവിടെ നോക്കിക്കേ, ഇവള് വേറൊരു ഫിനാൻസറിന്റെ അടുത്തോട്ടല്ല പോയത്, അവള് എലീശായുടെ അടുത്തോട്ടാ പോയത്, പ്രവാചകന്റെ അടുത്തോട്ടാ പോയത്. നോക്ക്, എന്റെ ഭർത്താവ് നോക്ക്, യഹോവ ഭക്തനായിരുന്നു, ദൈവത്തോട് ഏറ്റവും അടുത്ത് ജീവിച്ച വ്യക്തി. താൻ മരിച്ചുപോയി, തനിക്ക് ഒത്തിരി കടമുണ്ടായിരുന്നു. ഇനി കടം വീട്ടാനൊന്നും ഞങ്ങൾക്ക് ഒരു മാർഗവും ഇല്ല, ഞങ്ങളുടെ മക്കളെ പിടിച്ചോണ്ട് പോകുമെന്ന് കടക്കാർ പറയുകയാണ്. എന്താ വഴി? നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നോ, അവിടെ വഴിയുണ്ട്. നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നോ, ലജ്ജിച്ചു പോകും. മനുഷ്യർ ഒരിക്കലും നമ്മൾ ഇച്ചിരി താഴ്ന്നു നിൽക്കുമ്പോൾ ഒരാൾ പോലും നമ്മളെ മൈൻഡ് ചെയ്യത്തില്ല, നമ്മളെ നോക്കത്തില്ല, നമ്മളെ സഹായിക്കുന്ന ഒരു കരം ഇറങ്ങി വരത്തില്ല. പക്ഷേ നോക്ക്, കർത്താവിൽ ആശ്രയിച്ചാൽ മനുഷ്യരുടെ ഫേവറും കൂടെ നിങ്ങൾക്ക് വേണ്ടി വരും. മനുഷ്യർ നിങ്ങളെ സഹായിക്കും, മനുഷ്യർ നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കും. ദൈവത്തിൽ ആശ്രയം. മനുഷ്യരെ നോക്കിയാൽ അവരെ ലജ്ജിക്കും, പക്ഷെ ദൈവത്തെ നോക്കിയാൽ നമുക്ക് ലജ്ജിച്ചു പോകത്തില്ല. ആ കർത്താവിനെ നോക്കിക്കോ. ഇന്ന് അത്ഭുതകരമായ ചില വഴികൾ ചിലരുടെ ജീവിതത്തിൽ, ചിലരുടെ പ്രൊമോഷൻ, എന്നോട് പരിശുദ്ധാത്മാവ് പറയാൻ തടഞ്ഞു വെച്ചിരിക്കുന്ന പ്രൊമോഷൻ എൻ്റെ കർത്താവ് റിലീസ് ചെയ്യുകയാണ്. നിങ്ങളുടെ തടഞ്ഞിരിക്കുന്ന ജോലി സാധ്യത, പ്രത്യേകിച്ച് എന്നെ കാണിക്കുന്നത് ഈ PSC പോലെയുള്ള ടെസ്റ്റുകൾ എഴുതിയിട്ട് നോക്ക് അപ്പോയിന്റ്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ചില വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങളോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദ വെയിറ്റ് ഇസ് ഓവർ. നിങ്ങൾ വെയിറ്റ് ചെയ്തതിന്റെ നിങ്ങളുടെ വെയിറ്റിംഗ് പീരീഡ് കഴിഞ്ഞു. ദ വെയിറ്റ് ഇസ് ഓവർ ആൻഡ് ഗോഡ് ഈസ് ഗോയിങ് ടു റിലീസ് ഇറ്റ് ഇൻടു യുവർ ഹാൻഡ്സ്. നിങ്ങളുടെ കയ്യിലോട്ട് ആ ജോലി വന്ന് ചേരുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. നോക്ക്, എന്റെ കർത്താവ് കവിഞ്ഞൊഴുക്കുന്ന കർത്താവാണ്, കവിഞ്ഞൊഴുകലിന്റെ കർത്താവാണ്. നമ്മുടെ TV ഹെവൻലി വീസ്റ്റിന്റെ TV പ്രോഗ്രാമിന്റെ പേര് കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹം. ഹി ഓവർഫ്ലോസ്. നോക്ക്, ഇവിടെ ആ നമ്മള് കാണുകയാണ് കാനാവിലെ വീട്ടിൽ അവർ വക്കോളം നിറച്ച് ഒഴുകുന്നത് പോലെയാണ് അവർ നിറച്ചത്. അങ്ങനെയാണ് അതൊരു ദൈവത്തിന്റെ ഒരു കരമാണ്. അങ്ങനെയാ കർത്താവ് എപ്പോഴും നിറയ്ക്കുമ്പോൾ കർത്താവ് അങ്ങനെയാ. ഹി ഫിൽസ് ടു ദ ബ്രിം. കവിഞ്ഞൊഴുകുന്നത് പോലെ ആയിരിക്കും കർത്താവ്. എന്നെ പ്രിയപ്പെട്ടവരെ, ഒന്നിനും കുറവ് വരത്തില്ല. കർത്താവിന്റെ പിന്നാലെ ഇറങ്ങിയോ ഒന്നിനും കുറവ് വരത്തില്ല. മനുഷ്യരിൽ ആശ്രയിച്ചോ ലജ്ജിച്ചു പോകും, കർത്താവിൽ ആശ്രയിച്ചോ ഒരു കുറവും ജീവിതത്തിൽ വരത്തില്ല.
God is attracted to your emptiness. എന്നോട് വീണ്ടും വീണ്ടും പരിശുദ്ധാത്മാവിന്റെ വാക്ക് പറയാൻ, ഗോഡ് ഇസ് അട്രാക്റ്റഡ് ടു യുവർ, നിങ്ങൾ എവിടെയൊക്കെ ശൂന്യമായിട്ടിരിക്കുന്നോ അത് കർത്താവ് കാണുക. ആ വാക്വം ഒക്കെ കർത്താവ് നിറയ്ക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തിലാണോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാണോ, നിങ്ങളുടെ ആരോഗ്യത്തിലാണോ, ബലം കുറഞ്ഞാണോ വരുന്നത്, നോക്ക്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലതിനും മതിയായവനാണെന്ന് ഇരിക്കുന്ന സ്ഥലത്ത് ഒന്ന് വിളിച്ചു പറഞ്ഞേ, ഐ വിൽ കണക്ട് ടു ജീസസ്. ഞാൻ കർത്താവുമായിട്ട് ആഴത്തിൽ എന്നെ തന്നെ കണക്ട് ചെയ്യും. ആൻഡ് ഹി വിൽ ഫ്ലോ ത്രൂ മീ. എന്നിലൂടെ അവൻ ഒഴുകാൻ തുടങ്ങും. അവന്റെ നന്മയും കരുണയും എന്നിലൂടെ ഒഴുകാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഒന്നിനും കുറവ് വരത്തില്ല. സോ ഐ എം ഗോയിങ് ടു പ്രേ. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ കം വിത്ത് ആൻ ഓപ്പൺ ഹാർട്ട്. നോക്ക്, ഒരു തുറന്ന ഹൃദയവുമായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഒന്ന് വന്നേ. ഹി വാണ്ട്സ് ടു ഫിൽ യു ആൻഡ് ഹി വാണ്ട്സ് യു ടു ബി ഓവർഫ്ലോഡ്. നിങ്ങൾ നിറഞ്ഞ് കവിയുന്നത് കാണാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. കർത്താവ് ഇന്ന് സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് തരാമെന്നാണ് നോക്കുന്നത്. എന്ത് തരത്തില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ല, പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ല, പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ല. അങ്ങനെ ഞാനും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കേട്ടോ. പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ല, പ്രാർത്ഥിച്ചിട്ട് എന്നാ ഇത് മാത്രം നടക്കാത്ത എന്നൊക്കെ പറയുന്ന സമയം കർത്താവ് എന്ത് തരാം എന്ന് നോക്കുന്നവനാ. എന്ത് തരത്തില്ല എന്നല്ല നോക്കുന്നത്. എന്റെ മുമ്പിൽ വാതിൽ അടയ്ക്കുന്ന കർത്താവല്ല, എന്റെ മുമ്പിൽ വാതിൽ തുറക്കുന്ന കർത്താവാണ്. ഹി ഈസ് ഓൾവേസ് ഡോർ ഓപ്പണർ. എന്റെ കർത്താവ് വഴികൾ, വാതിലുകൾ എന്റെ കർത്താവ് തുറക്കും. കർത്താവ് എന്നെ കാണുമ്പോൾ എന്ത് തരാമെന്നാണ്. നോക്ക്, ആ ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോയപ്പം നോക്ക്, കർത്താവ് കരയ്ക്ക് വന്ന് നിൽക്കുക. കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് കർത്താവ് ചോദിക്കുക. കൂട്ടാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, ഈ ഒന്നുമില്ല, ഞങ്ങളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞു. പ്ലീസ്, അവര് നോക്ക്, അത് കഴിഞ്ഞ് പടകിന്റെ വലത്തുവശത്ത് വലയിറക്കാൻ പറഞ്ഞു. അവിടെ വലിയ മീൻകൂട്ടം അകപ്പെട്ടു. അവര് വല എഴച്ച് കരയ്ക്ക് വന്നു. അപ്പൊ അവര് വന്നപ്പോ അവര് കണ്ട കാഴ്ച, അവർക്ക് വേണ്ടി നോക്ക്, മീനൊക്കെ കർത്താവ് ചുട്ടുവെച്ചിരിക്കുകയാണ്, എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്, ഭക്ഷണം അവർക്ക് വേണ്ടി. അങ്ങനെ കർത്താവ് എന്ത് കൊടുക്കാം എന്നാ കർത്താവ് നോക്കുന്നത്. എപ്പോഴും അതാണ് കർത്താവിന്റെ സ്വഭാവം. അയ്യോ, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് എനിക്ക് കിട്ടിയില്ല, ഞാൻ കർത്താവിനോട് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ല. ചില കാര്യങ്ങളൊക്കെ ഡിലേഡ് ആകുമ്പോൾ ഓർത്താണ്, ഗോഡ് ഈസ് പ്രിപ്പയറിംഗ് സംതിങ് വെരി സ്പെഷ്യൽ ഫോർ യു. അവർ രാത്രി മുഴുവൻ വീശി, ഒന്നും കിട്ടിയില്ല. പിന്നെയും വീശി, അവര് പിന്നെയും വീശി, അവർക്ക് ഒന്നും കിട്ടിയില്ല. ദേ വർ എംപ്റ്റി. അതിന്റെ അർത്ഥം ഒന്നും കിട്ടത്തില്ലെന്നല്ല. ഗോഡ് ഈസ് പ്രിപ്പയറിംഗ്. കർത്താവ് എന്തോ ഒരുക്കാണ്. ഗോഡ് വാസ് പ്രിപ്പയറിംഗ് ഫോർ ദം. അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലും പ്രീസ്, നിങ്ങളുടെ എംപ്റ്റിനെസ്സിനെ എന്റെ കർത്താവ് നിറയ്ക്കും. നിങ്ങളുടെ ശൂന്യതകളെ എന്റെ കർത്താവ് നിറയ്ക്കും. Just believe and receive whatever your need is. Receive it in Jesus' name. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുവിനായിട്ട് നന്ദി പറയുന്നു. കർത്താവേ, ലോകത്തിന് അടിസ്ഥാനമിടുന്നതിന് മുമ്പ് ഞങ്ങളെ കണ്ട വലിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ, അതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അർഹതയില്ലാത്ത ദാനങ്ങൾ ഞങ്ങൾക്ക് തന്നു. യോഗ്യതയില്ലാത്ത സ്ഥാനങ്ങളിൽ അവിടുന്ന് ഞങ്ങളെ നിർത്തി. എല്ലാത്തിനുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസം കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തന്നു. ഈ ദിവസം ഉണർന്നെഴുന്നേറ്റത് നിന്റെ കരുണയാണെന്ന് ഞങ്ങൾ അറിയുന്നു. താങ്ക് യു മൈ ഫാദർ. എല്ലാത്തിനുമായി നന്ദി പറയുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവ് ഇന്ന് ശൂന്യമായിരിക്കുന്ന ചില വ്യക്തികളെയാണ് കാണിക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഇതിന്റെ അകത്ത് കയറിയിരിക്കുന്ന ഏകദേശം 60ഓളം ഡിവൈസുകൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒന്നിച്ച് കരം കോർത്ത് പിടിച്ചിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ശൂന്യതകളും മാറട്ടെ. ക്രിസ്തുവിന്റെ നിറവ് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അവരുടെ അല്പമേ ഉള്ളൂ, അത് വർദ്ധിക്കട്ടെ. ആ എണ്ണ ഒഴുകി ആ പാത്രങ്ങളെല്ലാം നിറഞ്ഞതുപോലെ യേശുവിന്റെ നാമത്തിൽ അവരുടെ എല്ലാ ശൂന്യതകളിലോട്ടും വലിയൊരു നിറവ്, സ്വർഗീയമായ നന്മ, സ്വർഗീയമായ കൃപ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു മൈ ഫാദർ. ആ ഭവനം പണി തുടങ്ങട്ടെ, ആ വീടിന്റെ പണി തുടങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ആ പ്രൊമോഷൻ വരട്ടെ, ആ അപ്പോയിന്റ്മെന്റ് ഓർഡർ വരട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ രോഗി സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകാൻ കൽപ്പിക്കുകയാണ്. കർത്താവിന്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം. വീടുകൾ അതുപോലെ കല്യാണം നടക്കാതിരിക്കുന്ന ആരുടെയോ എന്നെ ഒരു പേര് കർത്താവ് കാണിക്കുന്നു. മിനി എന്ന് പറഞ്ഞ ഒരു പേര് കർത്താവിനെ കാണിക്കുന്നു. അതുപോലെ ജിഷ
എന്നൊരു പേര് കർത്താവിനെ കാണിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുന്നു. ഈ അടുത്ത 6 മാസത്തിനകം വിവാഹങ്ങൾ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി ദൈവകൃപ വരട്ടെ. ചില വിഷയങ്ങളിലൊക്കെ ഭാരപ്പെട്ട് പേടിച്ചിരിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേൽ വരുന്നത് ഞാൻ ദൈവാത്മാവ് ഒരു കരം നിങ്ങളുടെ മേൽ വരികയാണ്. ഒരു ചിറകിന്റെ അകത്ത് നിങ്ങളെ കർത്താവ് മറയ്ക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ let there be divine protection in the name of Jesus. നിങ്ങളെ ഇല്ല ആരും തൊടത്തില്ല. നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും നിലത്ത് വീഴാൻ എന്റെ കർത്താവ് സമ്മതിക്കത്തില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരം, the protective hand of God കർത്താവെ ഇപ്പോൾ തന്നെ നീട്ടുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ ധാരാളമായി വരട്ടെ. എല്ലാ നന്മകൾ കൊണ്ടും നിറയ്ക്കണം. ഒരൊറ്റ കുഞ്ഞു പോലും താന്നു പോകരുത്. ഒരു വീട് പോലും തകർന്നു പോകരുത്. നിറയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഉയർത്തുന്ന കൃപയ്ക്കായി നന്ദി. എല്ലാ നന്മകൾ കൊണ്ട് കർത്താവ് നിറച്ചാട്ടെ. അത്ഭുതമാക്കി തീർക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് ഈ ദിവസം നിങ്ങളെ എല്ലാരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഗോഡ് ഈസ് അട്രാക്റ്റഡ് ടു യുവർ വാക്കം. നിങ്ങൾ ഓർത്തോണം, ഇന്ന് ശൂന്യമാണോ? ഇന്ന് കർത്താവിന്റെ കൈ അതിന്റെ അകത്തുണ്ട്. ആൻഡ് ഐ വാണ്ട് ടു ഹിയർ ദി ടെസ്റ്റിമണി. എനിക്ക് സാക്ഷ്യങ്ങൾ കേൾക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്തുവെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ സാക്ഷ്യങ്ങൾ എനിക്ക് ഇൻബോക്സിൽ ഒത്തിരി പേര് സാക്ഷ്യങ്ങൾ ടൈപ്പ് ചെയ്തിടാറുണ്ട്. നിങ്ങളുടെ ഈ വാളിലും അനേകരുടെ വിശ്വാസത്തെ അത് ബൂസ്റ്റ് ചെയ്യും. ഒരു സാക്ഷ്യമാണ് ഒരു സാക്ഷ്യത്തെ ഉളവാക്കുന്നത്. സോ സാക്ഷ്യം പറയാൻ മടിക്കരുത്. നോക്ക്, യെസ് വെഡിങ് ഓഫ് മൈ ഡോട്ടർ എന്നായിരുന്നു? വെഡിങ് ഓഫ് മൈ ഡോട്ടർ കമന്റ് അങ്ങ് പോയി. ഐ കൺസീവ് വിൽ ഹാപ്പൻ വെരി സ്വിഫ്റ്റ്ലി. അതെ, ആ വിശ്വാസം വിളിച്ചു പറഞ്ഞ ആ സഹോദരിയോട് ഞാൻ പറയാം, 6 മാസത്തിനകം ആ വിവാഹം നടക്കും. സോ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. ഗോഡ് ബ്ലെസ് യു ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. കർത്താവിന്റെ ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ഇസ് കമ്മിങ് ബാക്ക്. ആ പ്രത്യാശ വേണം. ഓരോ ദിവസവും ആ പ്രത്യാശയിൽ ജീവിക്കണം. ഓരോ ദിവസവും ഇന്നായിരിക്കും യേശു വരുന്നത്, അങ്ങനെ ജീവിക്കണം. സോ റിജോയ്സ് ഇൻ ഹിം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആൻഡ് ഷെയർ ദ വീഡിയോ ടു ദ മാക്സിമം. ഗോഡ് ബ്ലെസ്.